രാഷ്ട്രീയ കേരളം കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെയാണ്. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കും. മണ്ഡലത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനൂടെ ആരംഭിക്കും. 2,32,000 വോട്ടേഴ്സ് നിലമ്പൂരിലുണ്ട്. നിലമ്പൂരിന്റെ പുതിയ MLA നമുക്ക് തിങ്കളാഴ്ച അറിയാം. അന്ന് അവസാന മണിക്കൂറുകളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രേക്ഷകരെത്തിക്കാൻ നിലമ്പൂരിൽ നമ്മുടെ വാർത്താ സംഘം തുടരുകയാണ്. തിങ്കളാഴ്ച നമ്മളൊന്ന് അലക്കി പൊളിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം 24-നൊപ്പം തന്നെ പ്രേക്ഷകർ തുടരുമെന്ന് എനിക്കറിയാം. നിലമ്പൂരിൽ നിന്ന് ദീപക് തരമണം പൊതുചിത്രം അവതരിപ്പിക്കാൻ നമുക്കൊപ്പം ചേരും. അതേപോലെ മണ്ഡലം തിരികെ പിടിക്കാനുള്ള UDF തന്ത്രങ്ങൾ എന്താണെന്ന് ബിപിൻ സി വിജയനും പറയും. അവസാന മണിക്കൂറിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കം എന്തൊക്കെയാവും? ദീപക് തരമണം തുടങ്ങുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ദീപക് തരമണം പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN കാടടച്ചുകൊണ്ടുള്ള 25 ദിവസത്തെ പ്രചരണം, അത് നാടിൻ്റെ മുക്കും മൂലയും ഇളക്കി മറച്ചുള്ള പ്രചരണമായിരുന്നു. അതിന് അകക്കാമ്പുണ്ടായിരുന്നു, കാതലുണ്ടായിരുന്നു, അതിന് വലിയ രീതിയിലുള്ള പരപ്പുണ്ടായിരുന്നു. ആ പ്രചരണത്തിന് ശേഷമുള്ള കൊട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഇന്നത്തെ ദിവസം നിർണായകമാണ് SKN. ഈ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ, മാറ്റങ്ങൾ, മറിമായങ്ങൾ എല്ലാം നടക്കുന്ന വോട്ടിൻ്റെ ഓപ്പറേഷൻ ഡേ ആണ് ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം. നാളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് നീങ്ങുമ്പോൾ ഈ 7 പഞ്ചായത്തും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ജനവിധി എഴുതാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് നാളെ രാവിലെ മുതൽ നീങ്ങുന്നതിന് മുൻപുള്ള അണിയറ നീക്കങ്ങളുടെ അവസാന ചടുലമായ അടിയൊഴുക്കുകളുടെ ഒരുക്കങ്ങളുടെ അവസാന മിനുക്കുപണികൾ രാഷ്ട്രീയ നേതൃത്വം, മുന്നണികൾ ചെയ്യുന്ന ദിവസമാണിന്ന്. മറ്റൊന്ന്, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോരുത്തരും അവസാന വട്ടം ഇളകുന്ന വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്ന ദിവസം. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിർണായകമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്. മറ്റൊന്ന്, SKN പറഞ്ഞതുപോലെ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് അത് കേവലം 8 മാസത്തേക്ക് നിയമസഭയിൽ ഒരു MLA നിലമ്പൂരിനെ പ്രതിനിധീകരിക്കുക എന്നുള്ളതല്ല. അതിലപ്പുറത്തേക്ക് ഭരണതുടർച്ച, 3ാം ഭരണതുടർച്ച ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിക്ക് അതിൻ്റെ പച്ചക്കൊടിയെ, അതിൻ്റെ ടെസ്റ്റ് ഡോസാണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, പ്രതിപക്ഷത്തിനാണെങ്കിൽ 2 ഭരണം നഷ്ടപ്പെട്ട് 3ാമത്തെ ടേമിലേക്ക് വരുമ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ടെസ്റ്റ് ഡോസ് കൂടിയാണ് പ്രതിപക്ഷത്തിന്. അതുപോലെ PV അൻവർ ഒറ്റയ്ക്ക് എത്ര അസ്തിത്വം ഈ മണ്ണിലുണ്ട്, നിലമ്പൂരിൽ വാതോരാതെ പറഞ്ഞതിന് എത്ര വോട്ടായി കിട്ടും എന്നത് തെളിയിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. NDAക്കാണെങ്കിൽ വൈകി സ്ഥാനാർത്ഥി വന്നു. ആ സ്ഥാനാർത്ഥിക്ക്, അതും ക്രൈസ്തവ സഭയുടെ പ്രതിനിധി എന്ന് പ്രചരിപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥിക്ക് എന്ത് വോട്ട് നിലമ്പൂർ കൽപ്പിച്ചു നൽകും എന്നറിയേണ്ട തിരഞ്ഞെടുപ്പ്. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ നിർണായകമാണ് ഈ ജനവിധി. SKN. ഓക്കെ, താങ്ക് യു. ദീപക് തരമണമാണ് വിവരങ്ങൾ നൽകിയത്. പോളിംഗ് സാമഗ്രികൾ ഇന്ന് വിതരണം ചെയ്യും. വിവരങ്ങളുമായി ബിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ബിപിൻ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. 263 ബൂത്തുകളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് പോളിംഗ് സാമഗ്രികൾ 9 മണിയോടെ ചുങ്കത്തറ മാർത്തോമ സ്കൂളിൽ വെച്ച് വിതരണം ചെയ്യുകയാണ്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്നുള്ളത്, UDFിനെയൊക്കെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. ഇന്നിപ്പോൾ പോത്തുകല്ലിലെ ഉന്നതികളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു നിശബ്ദ പ്രചാരണത്തിനായി സ്ഥാനാർത്ഥി ഇറങ്ങിയിട്ടുള്ളത്. ഒരു പുതിയ വിവാദം, അതായത് കൊട്ടിക്കലാശത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പുതിയ വിവാദം, അത് MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. CPM ഇതിനു മുൻപ് RSSുമായി അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു പരാമർശമാണ് ഇപ്പോൾ നിലമ്പൂരിൽ കൂടി ചർച്ചയാകുന്നത്. അതിൽ 2 സ്ഥാനാർത്ഥികളും ഇപ്പോൾ അവരുടേതായിട്ടുള്ള ഭാഗം പറഞ്ഞിരിക്കുകയാണ്. അതിനൊരു വിശദീകരണവുമായിട്ട് M സ്വരാജ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ജനതാ പാർട്ടിയുമായിട്ടായിരുന്നു CPM അന്ന് പ്രവർത്തിച്ചത്. അന്ന് അതിന് വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതിൽ RSS അന്ന് പിടിമുറുക്കിയിരുന്നില്ല. RSS പിടിമുറുക്കിയതിന് ശേഷം ജനതാ പാർട്ടിയുമായി ഒന്നിച്ച് പ്രവർത്തിച്ചതൊക്കെ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. അത് നേരെ തിരിച്ചിടുകയാണ് ആ പരാമർശത്തെ. ഒപ്പം തന്നെ ഇന്നിപ്പോൾ UDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ളത് ഒന്നിക്കാവുന്ന ഘട്ടം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. CPMനൊപ്പം ജനസംഘമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് CPMന്റെ ചരിത്ര രേഖകളിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസാന നിമിഷവും അത്തരത്തിലുള്ള ഒരു വിവാദം, ഒരു രാഷ്ട്രീയ വിവാദം ഉയർന്നു വരുന്നു നിലമ്പൂരിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. നാളെ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പോവുകയാണ്. പോളിംഗിൻ്റെ എല്ലാ ഒരുക്കങ്ങളും, അതായത് പരമാവധി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 76% വന്നതാണ് പോളിംഗ് ശതമാനം. ഇപ്രാവശ്യം അത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്. കനത്ത മഴയാണ് നിലമ്പൂരിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ അതിരാവിലെ തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ 3 മുന്നണികളുടെയും ഭാഗത്തുനിന്നുണ്ടാവും. നിശബ്ദ പ്രചാരണം PV അൻവർ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. SK.